എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീസണിലെ IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ അജയ്യമായ വിജയക്കുതിപ്പിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്. ഹൈദരാബാദിൽ നടന്ന ആദ്യ പാദത്തിന് പിന്നാലെ രണ്ടാം പാദത്തിലും റോയൽസിനെ തീർത്ത ഓറഞ്ച് ആർമി തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. ഇത്തവണ റോയൽസിന്റെ തട്ടകമായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ആരാധകരെ സാക്ഷിയാക്കി റിയാൻ പരാഗിനെയും സംഘത്തെയും 5 വിക്കറ്റിനാണ് ഹൈദരാബാദ് തകർത്തുവിട്ടത്. സീസണിൽ സൺറൈസേഴ്സിന്റെ തുടർച്ചയായ 4ാം ജയമാണിത്. ഈ വിജയത്തോടെ രാജസ്ഥാൻ റോയൽസിനെ പോയിന്റ് പട്ടികയിൽ പിന്തള്ളി 4ാം സ്ഥാനത്ത് നിന്നും 3ാം സ്ഥാനത്തേക്ക് ഉയരാനും ഹൈദരാബാദിന് സാധിച്ചു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് 229 റൺസിന്റെ കൂറ്റൻ ലക്ഷ്യമാണ് ഹൈദരാബാദിന് മുന്നിൽ വെച്ചത്. എന്നാലും ഇഷാൻ കിഷന്റെയും അഭിഷേക് ശർമ്മയുടെയും അഗ്രസീവ് 50കൾ ഹൈദരാബാദിന്റെ വിജയം അനായാസമാക്കി മാറ്റി. വെറും 31 ബോളിൽ നിന്നും 11 ഫോറും 3 സിക്സറും അടക്കം ഇഷാൻ കിഷൻ 74 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഒപ്പം 29 ബോളിൽ 11 ഫോറും 1 സിക്സറുമടക്കം 57 റൺസുമായി അഭിഷേക് ശർമ്മയും തകർത്താടി. രണ്ടാം വിക്കറ്റിൽ ഇഷാൻ അഭിഷേക് സഖ്യം വെറും 55 ബോളിൽ നിന്നും വാരിക്കൂട്ടിയ 132 റൺസാണ് SRHന്റെ ജയം ഇത്ര വേഗത്തിലാക്കിയത്. ഓപ്പണർമാർ നൽകിയ ഈ അടിത്തറയ്ക്ക് മുകളിൽ നിതീഷ് കുമാർ റെഡ്ഡി 18 ബോളിൽ 36 റൺസും ഹെൻറിച്ച് ക്ലാസൻ 24 ബോളിൽ 29 റൺസും നേടിയതോടെ 18.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് ലക്ഷ്യം മറികടന്നു. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസിനായി ഇന്ത്യൻ ക്രിക്കറ്റിലെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയുടെ തകർപ്പൻ പ്രകടനമാണ് കണ്ടത്. 103 റൺസെടുത്ത വൈഭവിന്റെ മിന്നും സെഞ്ചുറിയിലേറിയാണ് രാജസ്ഥാൻ 6 വിക്കറ്റിന് 228 റൺസ് കണ്ടെത്തിയത്. 3 അക്കം തികയ്ക്കാൻ വെറും 36 ബോളുകൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ. വെറും ഒരു ബോൾ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ സീസണിലെ സ്വന്തം റെക്കോർഡിനൊപ്പം എത്താനുള്ള സുവർണാവസരം വൈഭവിന് നഷ്ടമായത്. വൈഭവിനെ കൂടാതെ 35 ബോളിൽ 51 റൺസെടുത്ത ധ്രുവ് ജുറേലും 16 ബോളിൽ 33 റൺസെടുത്ത ഡൊണോവൻ ഫെരേരയും RR ഇന്നിംഗ്സിൽ നിർണായകമായി. വൈഭവ് യശസ്വി ജയ്സ്വാൾ ജോഡി അതിവേഗ തുടക്കമാണ് റോയൽസിന് നൽകിയത്. ആദ്യ 14 ബോളിൽ 40 റൺസ് ഈ സഖ്യം അടിച്ചെടുത്തു. ഇതിൽ 30 റൺസും ജയ്സ്വാളിന്റെ ബാറ്റിൽ നിന്നായിരുന്നു. പ്രഫുൽ ഹിങ്കെറിഞ്ഞ ആദ്യ ഓവറിൽ തുടരെ 4 സിക്സറാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. ഹൈദരാബാദിലെ ആദ്യ പാദത്തിൽ തന്നെ ഗോൾഡൻ ഡെക്കാക്കിയ ഹിങ്കയോടു സിക്സർ മഴ തീർത്താണ് വൈഭവ് കണക്കുതീർത്തത്. പിന്നീട് SRH ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെതിരെ ആദ്യ ബോളിൽ തന്നെ സിക്സർ പായിച്ച് വൈഭവ് വരവറിയിച്ചു. തുടർന്ന് വൈഭവിന് കൂട്ടായി ജുറേൽ എത്തിയതോടെ സ്കോറിംഗിന് വേഗത കൂടി. രണ്ടാം വിക്കറ്റിൽ ഈ ജോഡി 62 ബോളിൽ 112 റൺസ് അടിച്ചെടുത്തു. എന്നാലും ജുറേലും വൈഭവും അടുത്തടുത്ത് പുറത്തായതോടെ റോയൽസിന്റെ സ്കോറിംഗ് വേഗത അവസാന ഓവറുകളിൽ കുറഞ്ഞു. ഒരു ഘട്ടത്തിൽ 240 റൺസിന് മുകളിൽ പ്രതീക്ഷിച്ച റോയൽസ് ഒടുവിൽ 228-ൽ ഒതുങ്ങുകയായിരുന്നു. പരിക്കുഭേദമായി ടീമിൽ തിരിച്ചെത്തിയ പാറ്റ് കമ്മിൻസിന്റെ സാന്നിധ്യം ഹൈദരാബാദ് നിരയിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. രാജസ്ഥാന്റെ ഈ തോൽവിയെക്കുറിച്ചും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഈ കിടിലൻ ബാറ്റിംഗ് പ്രകടനത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. IPL-ലെയും ക്രിക്കറ്റ് ലോകത്തെയും ഏറ്റവും പുതിയ വാർത്തകൾ ചൂടോടെ വളരെ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ ക്രിക്കറ്റ് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.